അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, റമദാനിലെ അതിപ്രാധാന്യം അർഹിക്കുന്ന ദിനരാത്രങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യ 10 ദിനങ്ങളിലെ സമയങ്ങൾ കാരുണ്യത്തിൻ്റെതാണ് എന്നാണ്. ആയതിനാൽ കരുണ ആഗ്രഹിക്കുന്ന പ്രാർത്ഥന നിർവഹിക്കുവാൻ നിർദ്ദേശിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടുന്ന വചനങ്ങൾ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അള്ളാഹുവേ, കരുണ ചെരിയുന്നവനായ റബ്ബേ, നീ എന്നിൽ കരുണ ചെരിയണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടതായി കാണാൻ കഴിയുന്നു. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെ ചേർത്ത് പറയുകയുണ്ടായപ്പോൾ, നാം ഒരു അമലു സാലിഹാത്ത് നിർവഹിച്ചാൽ അതിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട്. റമദാനിലാകുമ്പോൾ അതിന് ഏറെയുമാണ്, നാം സൂചിപ്പിച്ചതുപോലെ. എന്നാൽ നോമ്പിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ അത് അള്ളാഹുലേക്ക് ചേർത്താണ് പറയുകയുണ്ടായത്. അസ്സൗമുലി വ അന അജ്സി ബിഹി. നോമ്പ് ഒരു സാമൂഹികമായ ചുറ്റുപാടിൽ നാം നിർവഹിക്കുന്ന വളരെ രഹസ്യമായ ഒരു അമലാണ്. അത് ആ നോമ്പ് രക്ഷിക്കുന്ന വ്യക്തിയും അള്ളാഹും തമ്മിൽ മാത്രമേ അതുമായി അറിയുകയുള്ളൂ. മറ്റൊരു അപരനായ വ്യക്തിക്ക് മറ്റൊരാൾ നോമ്പുകാരനാണോ അല്ലേ എന്നൊന്നും പറയുവാനോ നിർവചിക്കുവാനോ കഴിയുകയില്ല. നാം അനുഷ്ഠിക്കേണ്ടുന്ന നോമ്പിൻ്റെ രീതി എങ്ങനെയാകണമെന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ നോമ്പ് ആരംഭം കുറിക്കുന്നത് ഇടയത്താഴത്തിലൂടെയാണ്. ഇടയത്താഴം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അമലാണ്. കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കലാണ്. നിങ്ങൾ തസഹറു, നിങ്ങൾ ഇടയത്താഴം കഴിക്കണം. അഥവാ ഇടയത്താഴം എഴുന്നേറ്റ് സാധ്യമായത് എന്തെങ്കിലും കഴിക്കണമെന്നർത്ഥം. അപ്പം ഇന്ന ഫി സുഹൂരി ബറക്കത്തും, തീർച്ചയായും ഇടയത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്. സാധാരണ ഒരാൾക്ക് ഭക്ഷണം കഴിക്കലെന്നൊരു ശീലമായിട്ടില്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഇറക്ക് വെള്ളം കുടിച്ചെങ്കിലും നമ്മൾ ഇടയത്താഴത്തിന് എഴുന്നേറ്റ് കഴിക്കുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അമലാണ്. ആ അമലിന് ഒരുപാട് ബർക്കത്തുമുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സൂചിപ്പിക്കുകയുണ്ടായത്, നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ അത് വേഗതയിലാക്കണം. 1 മിനിറ്റ് കഴിയട്ടെ, 2 മിനിറ്റ് കഴിയട്ടെ, സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മളുടെ ഓരോരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ അതിനൊരു സമയനിഷ്ഠ പാലിക്കാറുണ്ട്. ആ സമയനിഷ്ഠ നോമ്പ് തുറക്കുന്നതിലും നമ്മൾ പാലിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി, ലാ യസാലുദ്ദീനു ളാഹിറൻ, തീർച്ചയായും ഈ ദീൻ വിജയിച്ചു കൊണ്ടേയിരിക്കും, വിജയത്തിൽ തന്നെയാണുള്ളത്. എപ്പോഴാണോ നോമ്പുകാരൻ അവൻ്റെ നോമ്പ് തുറക്കുന്നത് വേഗതയിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴെല്ലാം. അപ്പോൾ നമ്മൾ വേഗത്തിലാക്കണം, നമ്മുടെ നോമ്പ് തുറക്കലും വേഗത്തിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമല് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിന് ചില രീതികളും ചിട്ടകളും അതോടൊപ്പം തന്നെ മാതൃകകളും പറയുകയും കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയും ചിട്ടകളും മാതൃകകളും പിൻപറ്റുക എന്നതാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വവും ബാധ്യതയും പ്രവാചക സ്നേഹവും. അത് ആയതിനാൽ നോമ്പനുഷ്ഠാനത്തിൻ്റെ മേഖലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് നിർദ്ദേശിച്ച ഈ വക നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നവരാൽ നാം ഓരോരുത്തരും ആകണം. റബ്ബ് സുബ്ഹാൻ അത്തരത്തിൽ പ്രവാചക മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ നോമ്പനുഷ്ഠാനം വിജയകരമായി പൂർത്തീകരിക്കുന്ന സൗഭാഗ്യശാലികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.